10 വർഷം കഴിഞ്ഞ് UDF പാർട്ടി ഒരു കമ്പാക്ക് അടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടുള്ളത് ഉമ്മൻചാണ്ടി സാറിൻ്റെ ആത്മാവായിരിക്കും. കാരണം UDF എന്ന് പറയുന്ന പാർട്ടിയുടെ തന്നെ ഫേസ് ആണ് അദ്ദേഹം. കേരളത്തിലൊരു മുഖ്യമന്ത്രി വന്നാൽ ആരെപ്പോലെ ആകണം, എങ്ങനെ നാട് ഭരിക്കണമെന്ന് ചോദിച്ചാൽ ഒരു എക്സാമ്പിൾ സെറ്റ് ചെയ്ത് തരുന്നത് ഉമ്മൻചാണ്ടി സാറാണ്. അതുകൊണ്ട് തന്നെ 10 വർഷം കഴിഞ്ഞൊരു കമ്പാക്ക് അടിച്ചപ്പോൾ, UDF ഒരു കമ്പാക്ക് അടിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിരിക്കുന്നത് ഉമ്മൻചാണ്ടി സാറിൻ്റെ ആത്മാവായിരിക്കും. എന്നാൽ ഈ ഒരു റീല് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തോന്നി, ദൈവമേ, അദ്ദേഹം ഇപ്പോൾ കരയുകയായിരിക്കും. റീലിൻ്റെ കണ്ടന്റ് വേറൊന്നുമല്ല, UDF പാർട്ടി തന്നെയാണ്. അതായത് 10 വർഷം കഴിഞ്ഞൊരു പാർട്ടി കമ്പാക്ക് അടിച്ച് ജയിച്ച് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് പിന്നെ അടിയാണ്. ആർക്ക് കസേര വേണം, ആർക്ക് മന്ത്രി കസേര വേണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള റീൽ വീഡിയോ ആയിരുന്നത്. അതിൽ നേതാവ് VD സതീശൻ്റെ അനുയായികളും KC വേണുഗോപാലിൻ്റെ ഒരു പോസ്റ്റർ കീറുകയാണ്. അപ്പോൾ ആ ഒരു പോസ്റ്ററിൽ ഭൂരിഭാഗം ഏരിയയും കവർ ചെയ്യുന്നത് നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഫോട്ടോ ആയിരുന്നു. അപ്പോൾ അവർ ആ പോസ്റ്റർ കീറി അവിടെ അവരുടെ പ്രിയ നേതാവിൻ്റെ ഫോട്ടോ അവിടെ വെച്ചു. അപ്പോൾ അതിലെനിക്ക് കണ്ടപ്പോൾ തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, UDF പാർട്ടി ജയിച്ച് കയറിയപ്പോൾ ആ പാർട്ടിയുടെ ഫേസ് ആയിട്ട് നിന്ന് ഉമ്മൻചാണ്ടി സാറിൻ്റെ ആത്മാവ് സന്തോഷിച്ചെങ്കിൽ ഈ ഒരു റീലിന് ശേഷം അദ്ദേഹം തീർച്ചയായിട്ടും വിഷമിക്കുകയായിരിക്കും. കാരണം അത്രയ്ക്ക് നാണം കെട്ട പരിപാടിയാണിത്. ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് 10 വർഷം കഴിഞ്ഞൊരു പാർട്ടി കമ്പാക്ക് അടിച്ച് കഴിഞ്ഞപ്പോൾ, കമ്പാക്ക് അടിച്ച് തിരിച്ച് പിടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് വീണ്ടും അടി എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളൊക്കെ ആരെ വിശ്വസിക്കണം? നമ്മുടെ ട്രസ്റ്റ് നമ്മൾ എങ്ങോട്ട് വെക്കണം? നമ്മൾ ട്രസ്റ്റ് ചെയ്ത് ഒരു കൂട്ടം ആൾക്കാരെ ജയിപ്പിച്ച് മേളിൽ കയറ്റി കഴിയുമ്പോഴത്തേക്കും അവരുടെ ഇടയിൽ തന്നെ അവർക്കൊരു ഒത്തൊരുമയും കാര്യങ്ങളും ഇല്ല. പിന്നെ ഇങ്ങനെയുള്ള പാർട്ടികളൊക്കെ മുന്നോട്ട് പോകും? ഓക്കെ, പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഒരു വലിയ ഗെയിമാണ്. പക്ഷേ ആ ഗെയിമിൻ്റെ ബേസിക് ആയിട്ടുള്ള പാട്ടെന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി എന്നാണ്. ജനങ്ങൾക്ക് വേണ്ടി, സാധാരണക്കാരന് വേണ്ടി. അപ്പോൾ സാധാരണക്കാരന് വേണ്ടി പൊളിറ്റിക്സ് കളിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് ആ ഗെയിമിലേക്ക് കളിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ഇപ്പം ഇതിൽ 3 പേര് ഇപ്പോൾ തള്ളി നിൽപ്പുണ്ട് കസേരയ്ക്ക് വേണ്ടി. സത്യത്തിലൊക്കെ ടപ്പെന്ന് സോർട്ട് ഔട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. വിജയിച്ച് കയറി പെട്ടെന്ന് സോർട്ട് ഔട്ട് ചെയ്യുക, അത് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അധികാര മോഹം എല്ലാവർക്കും ഉണ്ടല്ലോ, അതായിരിക്കാം ഈ ഓരോ. എന്തൊക്കെയായാലും നേതാവ് സതീശൻ്റെ കൂടെയാണ് ഞാൻ നിൽക്കുന്നത്. കാരണം അദ്ദേഹത്തിന് ആൾക്കാരുടെ പൾസ് അറിയാം, അദ്ദേഹം നല്ലൊരു നേതാവാണ്. പിന്നെ കേന്ദ്രത്തിലേക്ക് ആരോ പോയി കളിച്ച് കളിയിൽ വെച്ചിട്ട് ഇവിടെ ഒന്ന് ഭരിക്കാൻ നോക്കി കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ജനങ്ങളെ അറിയാവുന്ന, ജനങ്ങളുടെ പൾസ് അറിയാവുന്നൊരു നേതാവിനാണ് നമുക്ക് വേണ്ടത്. എന്തൊക്കെയാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ ആത്മാവ് ഇത് കണ്ട് വിഷമിക്കുകയായിരിക്കും. സാറേ, എന്ത് ചെയ്യാൻ പറ്റും? സാറിന് മര്യാദയ്ക്ക് നാട് ഭരിച്ചിട്ടുണ്ടായിരുന്നു. വളരെ മാന്യമായ രീതിയിലും വളരെ കൃത്യമായ രീതിയിലും നാട് ഭരിച്ചു. നിങ്ങളൊരു എക്സാമ്പിൾ സെറ്റ് ചെയ്തു. ഒരു ഭാവിയിൽ കേരളം ഭരിക്കേണ്ട മുഖ്യമന്ത്രിമാർ എങ്ങനെയായിരിക്കണം, എങ്ങനെ നാട് ഭരിക്കണം എന്നൊരു എക്സാമ്പിൾ നിങ്ങൾ സെറ്റ് ചെയ്തു. പക്ഷേ നിങ്ങൾക്ക് ശേഷം വന്നിട്ടുള്ള ആളുകൾ അതൊക്കെ തകർത്തെറിയുകയാണ്. ഇനി ഈ പാർട്ടി ഒരു 10 കൊല്ലം കഴിഞ്ഞ് കാണുമോ എന്ന് തന്നെ സംശയമാണ് ഈ പോക്ക പോകണമെന്നുണ്ടെങ്കിൽ.